ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ക്യാൻവയിലൂടെ എങ്ങനെയാണ് പോളറോയിഡ്സ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാണ്. അത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ പ്ലസ് ബട്ടൺ അടിക്കുക. എന്നിട്ട് അതിൽ കസ്റ്റം സൈസ് പോവാം. അതിൽ വിഡ്ത്ത് നമ്മൾ മാറ്റി കൊടുക്കുക. ഇപ്പം നമ്മൾ പിക്സലാണ് ഉള്ളത്. പിക്സൽ ഞാൻ അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പിക്സൽ മാറ്റി സെൻറ്റിമീറ്റർ ആക്കുന്നുണ്ട്. പിക്സൽ മാറ്റി അപ്പോൾ അതിപ്പോൾ പിക്സലിൻ്റെ അളവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വിഡ്ത്ത് മാറ്റാം. വിഡ്ത്ത് ഇപ്പം ഒരു 7 കൊടുക്കുക, പിന്നെ ഒരു 8 കൊടുക്കുക. ഹൈറ്റ് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ അടിക്കുക. അപ്പോൾ നമുക്കൊരു പുതിയ പേജ് ലഭിക്കും. ഈ പേജാണ് നമ്മളിപ്പോൾ അടിച്ചുകൊണ്ട് കൊടുത്ത ഒരു സൈസായിട്ട് വന്നിട്ടുള്ളത്. 7 സെൻറ്റിമീറ്റർ വിഡ്ത്തും 8 സെൻറ്റിമീറ്റർ ഹൈറ്റും ആയിട്ടുള്ളത് ഒരു പേജ് കിട്ടി. അത് നമ്മൾ എലമെൻറ്റ്സിൽ പോവാം. എലമെൻറ്റ്സ് അടിയിലുണ്ടാവും. അടിയിൽ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നമ്മൾ എലമെൻറ്റ്സിൽ പോയിട്ട് പോളറോയിഡ് ഫ്രെയിം അടിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പോളറോയിഡ് ഫ്രെയിം കിട്ടും. അടിച്ചെടുത്ത് ഞാൻ ബാക്ക് അടിച്ചപ്പോൾ എന്തോ ആയിപ്പോയതാണ്, സ്റ്റക്ക് ആയിപ്പോയതാണ്. ഒന്നുകൂടി അടിക്കുക. പോളറോയിഡ് അടിച്ചു കൊടുത്തിട്ട് ഓക്കെ അടിക്കുക. അപ്പം നമുക്ക് അവിടെ ഒരു പോളറോയിഡ് ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് കുറേ സൈസൊക്കെ റീസെറ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ 3, 4 അങ്ങനെ കുറേ എണ്ണം കൊടുക്കാം. ഒരു പേജിൽ എത്രയാണോ കൊള്ളുന്ന സൈസ് അനുസരിച്ച് കൊടുക്കുക. നമുക്ക് പ്രിന്റ് എടുക്കുക ഒക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെ 4, 5 എണ്ണം അവിടെ കൊള്ളത്തില്ല. അപ്പം ഞാൻ അത് ഡിലീറ്റ് ചെയ്തു. എന്നിട്ട് ഒരു പോളറോയിഡ് സെലക്ട് ചെയ്യാം. അതിൽ റീപ്ലേസിൽ പോവാം. നമ്മൾ പോളറോയിഡ് സെലക്ട് ചെയ്യുമ്പോൾ റീപ്ലേസ് ഉണ്ടാവും. അതിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. അങ്ങനെ ബാക്കിയുള്ളതൊക്കെ സെലക്ട് ചെയ്തിട്ട് അടിയിൽ റീപ്ലേസ് ഉണ്ടാവും. അത് നിൽക്കുക. അപ്പോൾ ഒരു അടുത്ത ഫോട്ടോ നമുക്ക് കൊടുക്കാം. അങ്ങനെ ഇഷ്ടം പോലെയുള്ള ഫോട്ടോസ് കൊടുത്ത് നമുക്ക് പോളറോയിഡ് ഉണ്ടാക്കാം. അടുത്തതും കൊടുത്തു. ദെൻ അടുത്തത് അത് ഞാൻ സെലക്ട് ചെയ്ത് തന്നെയാണ് ഒരു പ്രാവശ്യം കൂടി സെലക്ഷൻ മാറ്റിയിട്ട് കൊടുക്കുക. അല്ലെങ്കിൽ അവിടെ തന്നെ വേറെ വരും. വേറെ ഫോട്ടോ വന്നില്ലേ. ദെൻ മറ്റൊന്നും അങ്ങനെ കൊടുത്തു. അങ്ങനെ പോളറോയിഡ്സ് ആയി. ഇനി ഇത് നമുക്ക് സേവ് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ക്രോപ്പ് ചെയ്യണമെങ്കിൽ ക്രോപ്പ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അങ്ങനെ ഡബിൾ ടാപ്പ് അടിക്കാം. ഡബിൾ ടാപ്പ് നമ്മൾ ആ പോളറോയിഡ്സ് നമ്മൾ ഏത് സെലക്ട് ചെയ്ത ആ ഫോട്ടോന് മേലെ ഡബിൾ ടാപ്പ് അടിച്ചാൽ നമുക്ക് ക്രോപ്പ് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മളത് സേവ് ചെയ്യാണ് ഗാലറിക്ക് സേവ് ചെയ്തിട്ട് നമുക്ക് പ്രിൻ്റ് എടുത്ത് പോളറോയിഡ്സ് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. നമുക്ക് ക്യാൻവയിൽ എളുപ്പമായിട്ട് പോളറോയിഡ്സ് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ.